പിടിക്കുന്നുണ്ട്. ഓം ഓം പതിനൊന്ന് 54 വരുന്നുണ്ട്. ധനു രേവതി നക്ഷത്രത്തിലാണ് വെക്കേണ്ടത്. പറഞ്ഞോ മനോജ്. ഇത് രേവതി നക്ഷത്രത്തിലാണ് അച്ഛരെ കുടുംബകാരന്മാരായിട്ട് അച്ഛയാ. അപ്പോൾ രേവതി നക്ഷത്രമാണെന്ന് പറയാം. ഒഴിവ് നോക്കുമ്പോൾ ഓം പരമാത്മാജനം കൽപ്പയാമി വ്യാകരണകഥം കൽപ്പയാമി ഉപമാകാശാനാം വായുവാത്മാദൂരം കൽപ്പയാമി മധ്യാത്മാദീപം മൂർത്തേ
മണി എന്താ ധൂപക്കൂട്ടാണോ അതോ വല്ല ഇതുണ്ടോ കണലുണ്ടോ നന്ദിയുടെ അല്ലെങ്കിൽ സാമ്പ്രാണി ഉണ്ട്, അത്രയെന്തോ ഉണ്ടാവും. അഷ്ടഗന്ധമുണ്ട്. അതന്നെ പോലും ആ കുറ്റിയല്ലേ അത് കിട്ടിയോ? അത് ആദ്യം കുറച്ച് പൊടിയിട്ടോളൂ. പൊടിയിട്ടോളൂ. അത് പൊട്ടിച്ചു. ഇതാണ് ഇങ്ങനെ ധനുരാശി എത്ര മണിക്ക് കഴിയാം? 11:54 മകരത്തിലെടുക്കാം. മകരത്തിലാണല്ലോ എടുക്കണം. അല്ല ധനുവിൽ ഇപ്പോൾ ധനുരാശി 11:54 വരെ ഉണ്ട്. ചന്ദ്രൻ്റെ രാശി ഉള്ളത് അതല്ല. ആ ഇതാണ് ഉദയം. അതന്നെ മകരരാശിക്ക് അതെ പറ്റില്ല. എന്ത് വിജയേട്ടാ, വിജയേട്ടാ എണ്ണയല്ലേ ഒഴിച്ചത്? മഞ്ഞ ഒഴിച്ചു. രണ്ടിലും എണ്ണ എണ്ണ മതി. അത് പഴയതല്ലല്ലോ, ഉപയോഗിച്ചെണ്ണയല്ലോ. കൂളർ വർക്ക് ചെയ്യണ്ട വിളക്ക് നല്ല കാറ്റിൻ്റെ ആവും. കാറ്റുണ്ട്, കാറ്റുണ്ട് വിളക്കുകളൊക്കെ കിട്ടും. ആ ഉണ്ട് പൊടി നിറച്ചോളൂ എണ്ണ ഇതിൻ്റെ
എടുത്തിട്ട് നമുക്ക് രാശിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് മാറ്റി മാറ്റി. പിന്നെ ഈ രാശികളെയും ഗ്രഹങ്ങളെയും അതത് സ്ഥാനത്ത് നമുക്ക് സങ്കല്പിക്കണം. മേഷായ നമ, ഒന്ന് പൂവിട്ട് ലേശം മതി. മേഷായ നമ, മേടരാശി, അറിയാലോ അല്ല, രണ്ടാമത്തെ മേഷായ നമ, വൃഷഭായ നമ, മിഥുനായ നമ, കുളീരായ നമ, സിംഹായ നമ, കന്യായി നമ, തുലാധരായ നമ, ഓം വൃശ്ചികായ നമ, ഓം ധനുർധരായ നമ, ഓം മകരായ നമ, ഓം കുംഭധരായ നമ, ഓം ഛഷാഭ്യായ നമ. ഇനി ഗ്രഹങ്ങളിൽ ആദിത്യം തുലാരാശിയിലാണ്. തുലാരാശി ഓം ആദിത്യായ നമ. ചന്ദ്രൻ മകരരാശി ഓം സോമായ നമ, ഓം അംഗാരകായ നമ. അവിടെ ഓം ബുദ്ധായ നമ. കർക്കിടകത്തിൽ ബൃഹസ്പതയെ നമ. കന്യയിൽ ഓം ശുക്രായ നമ, ശനൈശ്വരായ നമ, ഓം രാഹവേ നമ, ഓം കേതവേ നമ, ഓം ഗുളികായ നമ. ഈ ദേവതകളാണ് പരിവാരങ്ങൾ. അപ്പം പൂജയുടെ സർവ്വപരിവാരേഭ്യോ നമ എന്നുള്ള സ്ഥലത്തൊന്ന് നിർത്തിയിട്ട് മേഷായ സൂര്യാദി, അതും കഴിഞ്ഞിട്ട് ചണ്ഡേശ്വരായ നമ എന്ന് പറഞ്ഞാൽ പൂജ ജലാദി ചെയ്യുന്ന സമയത്ത് അക്രമാണ്. രാശിയിലും ഗ്രഹങ്ങൾക്കൊക്കെ കുറച്ച് പോയി വേണം രാശി നടന്നു പോകും. പൂർത്തിപൂജയുടെ പരിവാരത്തിൻ്റെ സമയത്ത് ഓം മേഷായ നമ, ഓം മേഷായ നമ, ഓം വൃഷഭായ നമ, ഓം മിഥുനായ നമ, ഓം കുളീരായ നമ, ഓം സിംഹായ നമ, ഓം കന്യായ നമ, ഓം തുലാധരായ നമ, ഓം വൃശ്ചികായ നമ, ഓം ധനുർധരായ നമ, ഓം മൃഗമുഖായ നമ, ഓം കുംഭധരായ നമ, ഓം ഛഷാഭ്യാം നമ, ഓം ആദിത്യായ നമ, ഓം സോമായ നമ, ഓം അംഗാരകായ നമ, ഓം ബുദ്ധായ നമ. അവിടെ ഓം ബൃഹസ്പതയെ നമ, മേലെ ബൃഹസ്പതയെ നമ. കന്നി കോണ്ടാശി ഓം ശുക്രായ നമ. ഇവിടെ ഓം ശനൈശ്വരായ നമ, ഓം രാഹവേ, ഓം കേതവേ, ചിങ്ങത്തിൽ ഗുളിക, ഓം കേതവേ നമ, ഓം ഗുളികായ നമ, ഓം ചണ്ഡേശ്വരായ. ക്രമം മനസ്സിലായി. ഓം സർവാക്ഷരം സർവാംഗീം സർവാലയം സർവാദയം
ഓം മേഷായ നമഃ. ഓം വൃഷഭായ നമഃ. ഓം മിഥുനായ നമഃ. ഓം കുളീരായ നമഃ. ഓം സിംഹായ നമഃ. ഓം കന്യായേ നമഃ. ഓം തുലാധരായ നമഃ. ഓം വൃശ്ചികായ നമഃ. ഓം ധനുർധരായ നമഃ. ഓം മൃഗമുഖായ നമഃ. ഓം കുംഭധരായ നമഃ. ഓം ഛഷാഭ്യാം നമഃ. ഓം ആദിത്യായ നമഃ. ഓം സോമായ നമഃ. ഓം അംഗാരകായ നമഃ. ഓം ബുധായ നമഃ. ഓം ബൃഹസ്പതയെ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം രാഹവേ നമഃ. ഓം കേതവേ നമഃ. കേതു ചിങ്ങത്തിൽ കൊണ്ടാക്കി. ഓം ഗുളികായ നമഃ. ഓം ചണ്ഡേശ്വര. തുള്ളിയെടുക്കാം, അല്ല വെറുതെടുക്കാം, തുളസിയെടുക്കാം, കുറച്ച് മതി. രാശിയിൽ കുറച്ച് ഓരോ തുളസി മതി. ഓം സർവാക്ഷേഭ്യോ നമോ സർവാംഗേഭ്യോ നമോ സർവാദേഭ്യോ നമോ ഓം മേഷായ നമഃ. ഓം വൃഷഭായ നമഃ. ഓം മിഥുനായ നമഃ. ഓം കുളീരായ നമഃ. ഓം സിംഹായ നമഃ. ഓം കന്യായ നമഃ. ഓം തുലാധരായ നമഃ. ഓം വൃശ്ചികായ നമഃ. ഓം ധനുർധരായ നമഃ. ഓം മൃഗമുഖായ നമഃ. ഓം കുംഭധരായ നമഃ. ഓം ഛഷാഭ്യാം നമഃ. ഓം ആദിത്യായ നമഃ. ഓം സോമായ നമഃ. ഓം അംഗാരകായ നമഃ. ഓം ബുധായ നമഃ. ഓം ബൃഹസ്പതയെ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം രാഹവേ നമഃ. ഓം കേതവേ നമഃ. ഓം ഗുളികായ നമഃ. ചണ്ഡേ. അല്ല എന്തായാലും ആവും ടീം ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഓം ഓം സർവാക്ഷേഭ്യോ നമോ സർവാംഗേഭ്യോ നമോ സർവാദേഭ്യോ നമോ സർവാഭരണേഭ്യോ നമോ സർവ്വഭായേഭ്യോ നമോ ഓം മേഷായ നമഃ. ഓം വൃഷഭായ നമഃ. ഓം മിഥുനായ നമഃ. ഓം കുളീരായ നമഃ. ഓം സിംഹായ നമഃ. ഓം കന്യായേ നമഃ. ഓം തുലാധരായ നമഃ. ഓം വൃശ്ചികായ നമഃ. ഓം ധനുർധരായ നമഃ. ഓം മൃഗമുഖായ നമഃ. ഓം കുംഭധരായ നമഃ. ഓം ശശാഭ്യാം നമഃ. ഓം ആദിത്യായ നമഃ. ഓം സോമായ നമഃ. ഓം അംഗാരകായ നമഃ. ഓം ബുധായ നമഃ. ഓം ബൃഹസ്പതയെ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം രാഹവേ നമഃ. ഓം കേതവേ നമഃ. ഓം ഗുളികായ നമഃ. ഓം മേഷായ നമഃ. ഓം വൃഷഭായ നമഃ. ഓം മിഥുനായ നമഃ. ഓം കുളീരായ നമഃ. ഓം സിംഹായ നമഃ. ഓം കന്യായേ നമഃ. ഓം തുലാധരായ നമഃ. ഓം വൃശ്ചികായ നമഃ. ഓം ധനുർധരായ നമഃ. ഓം മൃഗമുഖായ നമഃ. ഓം കുംഭധരായ നമഃ. ഓം ഛഷാഭ്യാം നമഃ. ഓം ആദിത്യായ നമഃ. ഓം സോമായ നമഃ. ഓം അംഗാരകായ നമഃ. ഓം ബുധായ നമഃ. ഓം ബൃഹസ്പതയെ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം രാഹവേ നമഃ. ഓം കേതവേ നമഃ. ഓം ഗുളികായ നമഃ. ചണ്ഡേശ്വര. ഓം സമഗ്രാത്മായ ജലം കഴിഞ്ഞിട്ടാണോ ആ. ജലം. ഓം നമഃ. ഇവിടെ ഓ
ഓം ബ്രഹ്മാജ്ഞാതരം ഓം യം മധ്യത്തിൽ സമ്പ്രദായം പോലെ ഒന്ന് മാറ്റി വെച്ചേക്ക് അനിത്യമായി ഒന്ന് സുമേഷേട്ടാ മാറ്റി വെച്ചു അതാണ് നീക്കച്ച പുറത്തേക്ക് തറയിൽ നിന്ന് താഴേക്ക് വെച്ചു പൂജ മധ്യത്തിൽ മാത്രം മതിയല്ലോ മതി എല്ലാവരും മധ്യത്തിലാണ് സമയമായി അമ്പത്തിനാല് രാശി മാറി ഒരു കാലം പൂർണ്ണമായിട്ട് കുറച്ച് ധരിക്കുമല്ലോ മാറ്റി വെച്ചു അക്ഷതവും മാറ്റിയിട്ടുണ്ട് ഓം ഓം സമാക്ഷി പൂജ കഴിഞ്ഞ് പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ ബ്രഹ്മാർപ്പണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ഓം പ്രാതരം പ്രാതരം ബ്രഹ്മവാമഹേ പ്രാതരം പ്രാതരം ഇതാണ് ഇറ്റലിയാണ്ട് ഇവിടെ കുടിക്കണം ഒരു ഏറ്റവും നല്ല പൈസ കേസ് ഒക്കെ നല്ല രസം കുരുത്തുണ്ട് കുരുത്തുണ്ട്
ഓം സംസം ദിവസേ വിഷ്ണുമൂർത്തി വിശ്വനിധേ സമഞ്ജസേ സമോവസന്യാമല സംഘൃഷ്ടം സംവൃത്തം സംവമനാം ജ്ഞാനദാം ദേവാഭാഗം സമാനോ മന്ത്രസ്മൃതി സമാനേ സമാനം വിഷ്ണേഷാം സമാനം സമാനൈവ ആവോതി സമാനാഗ്രഹൈവ സമാനവസ്തു ഓം ത്രയംബകം ഓം ത്രയംബകം ജാമേ ഓം ത്രയംബകം പരിവാരങ്ങളെ അതത് സ്ഥാനത്ത് നിന്ന് കാഞ്ചിയാക്കി അവിടേക്ക് മാറ്റുക. ഒരു ഇത് മതി. ഉമേഷായ നമഃ. ഗ്രീന ഓം വൃഷഭായ നമഃ. ഏറ്റവും ഭാഗത്ത് മിഥുനായ നമഃ. കുംഭീരായ നമഃ. ഓം സിംഹായ നമഃ. ഓം കന്യായ നമഃ. ഓം തുലാഭിരായ നമഃ. ഓം വൃശ്ചികായ നമഃ. ഓം ധനുധരായ നമഃ. ഓം മൃഗമുഖായ നമഃ. ഓം കുംഭധരായ നമഃ. ഓം ദശാഭ്യാം നമഃ. ഓം ആദിത്യായ നമഃ. ഓം സോമായ നമഃ. ഓം അംഗാരകായ നമഃ. ഓം ബുദ്ധായ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം രാഹവേ നമഃ. ഓം കേതവേ കേതവേ നമഃ. ഓം ഗുളികായ നമഃ. ബ്രഹ്മാത്മാ ഇതപൂർവം സ്വപ്നസുഷുപ്ത്യവസ്ഥാസു മനസ്സാ വാചാ കർമ്മണ ഹസ്താഭ്യാം ജിഷ്ണാ യൽസ്മൃതം യദുക്തം യൽകൃതം തൽസർവം മാത്രം ഇല്ല മോള് സ്വർണം വെച്ചിട്ടാണ് പൂജ അവസാനിക്കുന്നത്. ഇനി ബ്രഹ്മാർപ്പണം കഴിഞ്ഞാൽ ഭാഗ്ദേവിയെ ഉള്ളിയിൽ 3 തവണ പുഷ്പാഞ്ജലി. അവിടെ പുഷ്പാർച്ചന മാത്രം മതി. പുഷ്പം മാത്രം മതി. പുഷ്പം അക്ഷരവും കൂടെ കുത്തിയെടുത്ത് 3 തവണ. ഓം സം സരസ്വതി നമഃ. ഓം സം സരസ്വതി നമഃ. ഓം സം സരസ്വതി നമഃ. അവിടെ തന്നെ ഗുരുഭ്യോ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗുരുഭ്യോ നമഃ. പ്രശ്നദീപത്തിൽ 5 വരിച്ച പ്രശ്നദീപത്തിൽ ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ദീപങ്ങൾ കഴിക്കും. അതൊക്കെ വെച്ച് തീർത്ഥവും ചന്ദനവും വെള്ളാക്കിയാണ്. അല്ലെങ്കിൽ പറ്റി പിടിക്കും. തീർത്ഥമൊക്കെ ചന്ദനത്തിൻ്റെ വെള്ളമാണ്. പ്രാർത്ഥിച്ചോളാം. ഇതൊക്കെ വെള്ളം എന്നിട്ട് ഇതിനകത്ത് മാറ്റി വെച്ച് തുമ്പി കുറച്ച് അത് പറയും അങ്ങനെ റൗണ്ട് ചെയ്യണം കേട്ടാ. കുറച്ചും കൂടി ആവാലോ അല്ലേ? മതി. ഒന്ന് സ്വർണ്ണമായിട്ട് കലർത്തുക. ശരിക്കും സ്വർണ്ണമായിട്ട് ചേരണം. എന്നിട്ട് അട്ടകം പിടിച്ച് നോക്കിയിട്ട് പഞ്ചാക്ഷരവും ശൈവം.
എനിക്കൊന്നത് നിലൊന്ന് തന്നെ. ശരി. ഇവിടെ വെച്ചാൽ മതി. അഷ്ടമം കൗരി ആപത്തായി വെച്ച് പീഠായിട്ട് ഇത് പീഠായിട്ട് സംബന്ധിച്ച് പത്മം മാത്രം മതി. പത്മമായിട്ട് പിന്നെ കുറച്ച് പൂവാക്ഷവും ചേർത്ത് ഒന്ന് ചാപ്പി കൊടുക്കും. ഓരോ ഭാവം വ്യക്തമായിട്ട് ചിന്തിച്ച് എത്തും. കണ്ടോ ഇത്രയും നല്ല രാശി മാല പോലെ നിൽക്കും. ഈ രാശി ഇതായിരുന്നെങ്കിൽ ദോഷമായി. ഇതാവുമ്പോൾ തെളിഞ്ഞ രാശി ഏഴിലിയാകാം കേസരിയാകും പ്രശ്നമാണ്. ഏറ്റവും നല്ല രാശി മാനാന്തമാകും രാശി. ആരുടെ കിട്ടി സ്വർണ്ണം നിൽക്കുന്ന രാശി.
അത് ഇതായിട്ട് ഞാൻ ഓം 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 സർവാക്ഷ കട്ടായി തരും. തുളസി വേറെ ഇല്ലേ? തുളസി ഉണ്ടാവും സലീഷ തുളസി കുറച്ച് പറിച്ചെടുത്തോളൂ. ലാലു തുളസി തുളസി കുട്ടീനെ ഇരുത്ത് വിളിക്കുമ്പോഴെഴുന്നേറ്റാൽ മതി. എന്താ നോക്കട്ടെ അനുഗ്രഹം എടുക്കത്തിയ ഇല്ല ഇപ്പോൾ വിളിക്കും. കഴിഞ്ഞു വിളിക്കുന്നതാണ്. അവിടെ ഭയങ്കര പ്രതീക്ഷയല്ല. സ്കൂൾ മുടക്കിയിട്ടായിരിക്കുന്നു. ഞാൻ ചോദിച്ചു അതെ ഇതിനു വേണ്ടി മുടക്കിയെന്ന് പറയുന്നത്. അപ്പോൾ പന്ത്രണ്ട് 9 8 ദിക്കിലായിട്ട് ഗ്രഹങ്ങളെ ഭാഗത്താദിങ്ങനെ ആദിത്യായ ഓം അംഗാരകായ ബൃഹസ്പതേ ശുക്രായ
കുതിരേനെ കണ്ട കുതിരേനെ കണ്ട മോളൊന്ന് കാലുമുഖം കഴുകി വന്നോളൂ. എനിക്ക് കാല് കഴുകിയിട്ട് വരും. കാലും മുഖക്കൊന്ന് കഴുകും. എന്നിട്ട് വെള്ളം ചെയ്യാം. അവിടെയുണ്ട് അവിടെയുണ്ട് അവിടെയുണ്ട്. പന്ത്രണ്ട് കാലായി. കാല്. പന്ത്രണ്ട് കുഴപ്പമില്ല. ധനൂന്ന് ചാടി നമ്മൾ മകരത്തിലേക്ക് അല്ല അതാണ് കിട്ടുകയാണെങ്കിൽ മനസ്സിന് പ്രയാസമായി. രാഹു ആവണം. അത് വരാറില്ല. അഭിജിത്തായില്ലോ മുഹൂർത്തം. 11:45 അഭിജിത്ത് തുടങ്ങി. അങ്ങനെ ആവട്ടെ. മുഹൂർത്തം അവിടെ ഞാൻ സ്വർണം കൊണ്ട് കുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. നിങ്ങൾ ദയവ് ചെയ്ത് ആരും ഒന്നും സംസാരിക്കാൻ പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കുന്നത്. അതല്ലേ പായ മാറ്റണം. അല്ലേ സ്വർണം വെക്കുമ്പോഴുള്ള സമയം നോക്കണം. അവിടെ മോളിങ്ങോട്ടേക്ക് പായലേക്ക് അങ്ങനെ
തീർത്ഥം കൊടുത്തോ? ഇല്ല തീർക്കും മോള് തീർത്ഥം വാങ്ങിച്ച് കഴിച്ചോളൂ. ഈ കൈ അത് അന്നത്തെ കൈ അടിക്കണം ആ അമ്പത്തിൽ വാങ്ങിക്കാറില്ല അതുപോലെ കൊടുത്തോ. കൈയൊന്ന് ഇതിലേക്ക് കഴുകിയ ഇതിലേക്കൊന്ന് കഴുകാം. രണ്ട് കൈയുണ്ട് ആ ഇനി ആ ചന്ദനവും പൂവൊക്കെ ഉണ്ട്. എല്ലാ കാലിൻ്റെ ഭാഗത്ത് ഇടത് കാലിൻ്റെ പെട്ടെന്ന് നിൽക്കും അവിടെ നിൽക്കും അടിച്ച് കുറിയിട്ടോ. ഒരു പൂവൊന്നും എടുത്ത് ചൂട് ശരി ആ ഇതൊക്കെ മതി. ഒരു മോള് അത് ഇങ്ങോട്ട് ആ ഇല കൂടെ കൊടുത്തോ. ആ ഇല മനസ്സിലായി. അത് കൊടുത്തേക്ക്. അത് ചൂട് അത് ചൂട് ഇരിക്കണ്ടേ എന്നാ വേണ്ട ശരി തലയിൽ വെച്ചോ. വെച്ചോളോ മുകളിൽ വെച്ചാൽ നിറയിൽ വെച്ചോളോ. നെറിയിലേക്ക് സംവിധാനം പോലെ ആയിക്കോട്ടെ ഞാൻ കഴിഞ്ഞ രണ്ട് കൈ അങ്ങനെയല്ല ആയിരിക്കും ഒരു ഇലയിൽ കുറച്ച് പൂവും അക്ഷരവും ചേർത്ത് കുറച്ചധികം വേണം. അവിടെ ഉണ്ടോ ആക്കൽ വേണമെന്നുണ്ടോ വേണമെന്നില്ല. കുറച്ചധികം എടുത്തോളൂ. ഞാൻ ആ തുമ്പെല്ലാവരും ചേർക്കും. ഇതിൽ ചേർക്കാം ആ അക്ഷരം കരുതണോ നീ കുറച്ച് അവസാനിപ്പിക്കുമ്പോൾ ആ തുമ്പ തുമ്പും കൂടെ എടുക്കാം അല്ലേ ആ തുളസി ആ കുറച്ച് തുളസി ചന്ദനം വേണോ എനിക്ക് ചേർത്ത് വെച്ചാൽ ആ വിരിയല്ലേ അതെ കുറച്ചും കൂടെ എൻ്റെ മോള് ഒരു പിടി ദേവതകളെ പൂജിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചുണ്ടത്തേക്ക് വരണം പറയുന്ന പോലെ പറഞ്ഞ് കൂടണം കേട്ടോ. ഇത് ആ വിളക്കത്തേക്ക് ശ്രീയൈ നമ ഇവിടുന്നുണ്ടാകും. ശ്രീയൈ നമ ഭഗവതി. ഇനി ആ വിളക്കത്തേക്ക് ഗണപതിയാണ്. ആ വിളക്കത്തേക്ക് ഗണപതയെ നമ ഗണപതിയെ. ഇനി ഞാൻ പറയുന്ന ഇവിടുത്തെ കളത്തിലേക്ക് ഇതിട്ടു കയ്യിൽ വാങ്ങിച്ചു കൊടുത്തു. ഇവിടത്തേക്ക് സൂര്യായ നമ ഈ കളത്തിലേക്ക് ഇവിടേക്ക് സോമായ നമ ഈ കളത്തിലേക്ക് കുജായ നമ ഇവിടത്തേക്ക് തന്നെ ബുധായ നമ ഈ കളത്തിലേക്ക് ജീവായ നമ ഈ കളത്തിലേക്ക് ശുക്രായ നമ ഈ കളത്തിലേക്ക് മന്ദായ നമ ഈ കളത്തിലേക്ക് രാഹവേ നമ ഈ കളത്തിലേക്ക് കേതവേ നമ ഈ കളത്തിലേക്ക് ഗുളികായ. നടുക്ക് കുറേ പൂവ് കാണില്ല. അവിടേക്ക് എല്ലാം കൈ വാങ്ങുക. എന്നിട്ട്
നമഃശിവായ നമഃശിവായ നമഃശിവായ. ഇനി ഈ തിരുമേനി ആ ഇലയെടുത്ത് കയ്യിൽ തരും, അത് കയ്യിൽ വാങ്ങും. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും താഴെ പോയത് ശ്രദ്ധിക്കണം. ഇതെന്താണ് ഉള്ളത്? പൂവ്, അരിയില്ലേ, അരിയുണ്ട്, നെല്ലില്ലേ, നെല്ലുണ്ട്. പിന്നെ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? സ്വർണ്ണം ഉണ്ടോ? സ്വർണ്ണം. ഇതൊന്നും മോളുടെ കയ്യിൽ നിന്ന് താഴെ പോകരുത്. വളരെ ശ്രദ്ധിക്കണം. ഇത് കയ്യിൽ തൊഴുത്ത് പിടിക്കുക, അമർത്തിപ്പിടിച്ചു, ഒന്നും താഴെ പോകരുത്. എന്നിട്ട് ഇതുവഴി ഇങ്ങനെ 3 തവണ പ്രദക്ഷിണം ചെയ്ത് വേണം. ഞാൻ ചൊല്ലുന്ന പോലെ നമുക്ക് കാര്യമില്ല. വളരെ ശ്രദ്ധിക്കണം. ശിവനെ നന്നായിട്ട് മനസ്സിലേക്ക് പ്രാർത്ഥിച്ചിട്ട് വേണം ചെയ്യാൻ. മെല്ലെ പോയാൽ മതി, വീഴൊന്നും ചെയ്യരുത്. പോയിക്കോളും, മെല്ലെ പോയിക്കോളും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥിക്കും. നമഃശിവായ 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 നമഃശിവായ. ആയല്ലോ, മൂന്നവണി. ഇനി ഞാൻ ഈ ഇല അങ്ങോട്ട് മാറ്റും. ഇല മാറ്റിയിട്ട് ഇതിൽ ബാക്കി എന്താണ്? പൂവുണ്ട്, അരിയുണ്ട്, നെല്ലുണ്ട്, സ്വർണ്ണമുണ്ട്. ഈ സാധനം മോളുടെ കയ്യിലേക്ക് വരും. കയ്യിൽ വേറെ ഒന്നും പാടില്ല, ഒന്നും പാടില്ല. ഇത് മോളുടെ കയ്യിലേക്ക് വരും. ഇത് കയ്യിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെയും ശ്രദ്ധ പോകുക, എവിടെയും നോക്കുക, എവിടേക്കും ശ്രദ്ധിക്കാൻ പാടില്ല. നടുക്ക് നോക്കി സംശയമായിരിക്കാനേ പാടുള്ളൂ. അത്രയും ശ്രദ്ധിക്കണം. അത് എവിടേക്കും നോക്കരുത്. ആര് വിളിച്ചാലും എന്ത് ശബ്ദം കേട്ടാലും എവിടേക്കും ശ്രദ്ധ പോകരുത്. അടുക്കേക്ക് നോക്കി സംശയമായിരിക്കും. നോക്കി കണ്ണടച്ചോ കണ്ണ തുറന്നോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സംശയമായി ജപിച്ച് മാത്രമേ ചെയ്യാം. എനിക്ക് അവിടെ ഇരുന്ന് കുറച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ഇരുന്ന് ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിക്കും, ഒരു 5-10 മിനിറ്റ് പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഗൗരിയോട് ഉറക്കെ പറയും, സ്വർണം വയ്ക്കാമെന്ന് പറയും. സ്വർണ്ണം എവിടെയുള്ളത്? മോളുടെ കയ്യിലാണ്. സ്വർണം മാത്രമാണോ കയ്യിലുള്ളത്? അല്ല, പൂവുണ്ട്, അരിയുണ്ട്, നെല്ലുണ്ട്, എല്ലാം ഉണ്ട് മോളുടെ കയ്യിൽ. സ്വർണം വയ്ക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ചെറിയ കളങ്ങൾ കാണുന്നില്ലേ ചുറ്റുഭാഗം? ഇവിടെ നിന്ന് എന്നെ നോക്കൂ, എണ്ണിക്കോളൂ. 1, 2, അല്ല ഇവിടെ ഇതല്ലേ 1, 1, 12 കളങ്ങളുണ്ട് ചുറ്റുഭാഗമായിട്ട്. 12 കളങ്ങൾ. ഈ 12 കളത്തിൽ ഏതെങ്കിലും ഒരു കളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. നേരത്തെ എറിഞ്ഞ പോലെ എറിയരുത്. ഏതെങ്കിലും ഒരു കളത്തിൽ. അതിപ്പോൾ തിരഞ്ഞെടുക്കണ്ട, മോളിപ്പോൾ തിരഞ്ഞെടുക്കണ്ട. ഞാൻ പറയല്ലോ മോളോട് സ്വർണം വെക്കാമെന്ന്. ആ സമയത്ത് മോൾക്ക് തോന്നും, ഇവിടുത്തെ ദേവതകളൊക്കെ അല്ലേ മോളോട് ഞാൻ ചെവിയിൽ പറഞ്ഞിടും, ഇന്ന കളത്തിൽ വെച്ചോ, ഇന്ന കളത്തിൽ വെച്ചോ. ആ കളം ഇവിടെയുള്ള 4 കളല്ലേ, 1, 2, 3, 4 കളല്ലേ. ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ വയ്ക്കാം, ഇവിടെ തന്നെ വയ്ക്കാം. കൈ താഴ്ത്തിയിട്ട് ഏതെങ്കിലും ഒരു കളത്തിൽ വയ്ക്കാം. 4 കളത്തിലും വെക്കരുത്, ഏതെങ്കിലും ഒരു കളത്തിൽ. ഇവിടെയുള്ള 4 കളത്തിലാണ് തോന്നുന്നതെങ്കിലോ ഇവിടേക്ക് പോവാം. ഇവിടേക്ക് നടന്നു പോകണം, അവിടുന്ന് ഏന്തി വെക്കരുത്. ഇവിടേക്ക് നടന്നു പോയിട്ട് ഇവിടെയുള്ള 4 കളത്തിൽ ഏതിലാണെന്ന് വെച്ചാൽ അതിൽ വയ്ക്കാം. അവിടെയുള്ള കളത്തിലാണെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൈ ഏന്തിയിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ അതിലേക്ക് പോയിട്ട് വയ്ക്കാം. ഇവിടെയുള്ള 4 കളത്തിലാണെങ്കിലോ അവിടേക്ക് പോവാം. എങ്ങനെ വേണമെങ്കിലും ഏതെങ്കിലും ഒരു കളത്തിലേ വയ്ക്കാവൂ, ഒറ്റ കളത്തിലേ വയ്ക്കാവൂ. അത് കയ്യിലുള്ള എല്ലാ സാധനവും താഴ്ത്തി ഏത് കളമാണോ ഉദ്ദേശിക്കുന്ന ആ കളത്തിൽ താഴ്ത്തി വയ്ക്കുക, അതിൽ വയ്ക്കുക. എന്നിട്ട് കൈ നോക്കുക. കൈ നോക്കിയിട്ട് കയ്യിൽ എന്തെങ്കിലും തട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അതിൽ തട്ടിയിടും. കഴിഞ്ഞു. ഇതാണ് ജോലി. ചെയ്യല്ലോ അല്ലേ? ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിൽ വേറെ ഒന്നും പാടില്ല, ശിവനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ കേട്ടോ.
സ്വർണം കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചോളൂ.
ശിവായ നമ 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 ശിവായ ഇഷ്ടപ്പെട്ട കളത്തിൽ സ്വർണം കൊണ്ടുപോയിട്ട് വെക്കാം. ഇഷ്ടപ്പെട്ട കളത്തിൽ വെച്ചു. ഒരു വലം വയ്ക്കുമോ? കയ്യിലുള്ളതെല്ലാം അതിൽ തട്ടിയിട്ടുണ്ടോ മോള്? ശരി ശരി. $9. 9 ശരി. പറഞ്ഞ കാരണം അവിടെ വെച്ചത് നന്നായിട്ട് ചെയ്തു. എന്താ വേണ്ടത്? നമ്മൾ സ്വന്തം ശിരസ് മുതൽ കാല് വരെയുള്ള ഭാഗം, തല മുതൽ കാല് വരെയുള്ള ശരീരം, നമ്മളുടെ ദേഹം, ദേഹത്ത് എവിടെയെങ്കിലും കൈ കൊണ്ട് തൊട്ടോളൂ. എവിടെയെങ്കിലും അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. അതെ, കഴിഞ്ഞു. മാറിന്നോളൂ. ഇവിടെ ഇരുന്നോന്ന് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോയിരുന്നു എവിടെയാ വേണ്ടത്? താമ്പൂല സംഖ്യ നോക്കാൻ ഒരു കുഞ്ഞിൻ്റെ കഥയും ചേച്ചി അവർക്ക് കാണില്ലേ? നീ അവിടെ ഇരുന്നു
നമുക്ക് അങ്ങോട്ടിട്ടാണോ വളർന്നിട്ടാണോ നോക്കും അതിലൊരു ഓമുണ്ടാവും ചിലപ്പോൾ വളർന്നിട്ടാവും ചിലപ്പോൾ ചിലപ്പോൾ പ്ലവാവും ചിരിഞ്ഞ് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലാവും ചിലപ്പോൾ ഏറ്റവും മുകളിലാവും ഇതൊക്കെ ആദ്യം സ്വർണ്ണം ചെറുപരിശി ഇതാണ് ഉദയരാശി ഉദയരാശിയുടെ ഭക്താസ്ഥാനം അത് ഭാവിയുള്ള പ്രശ്നം ഭാവിയുള്ള പ്രശ്നം നല്ല സ്വർണം വളർന്ന് തെക്കോട്ട് ചെരിഞ്ഞുകൊണ്ട് പുഷ്പാക്ഷത മധ്യേ ആണ്. പുഷ്പാക്ഷത മധ്യയാണ്. മൈക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തോളോ ഗുരുനാഥ മൈക്ക് വയ്ക്കാലോ. പൂജ കഴിഞ്ഞു. ദീപത്തിന് ജ്വാലാനാശം. ദീപനാശം ചെറിയൊരു ഫലം പറഞ്ഞിട്ട് പൂജ അവസാനിപ്പിക്കാമെന്നാണ്. ആയിക്കോട്ടെ. പുറത്തെത്തിട്ടോ. അത് ഒന്ന് കിഴക്കേ. യസ്മിൻ രാശു സ്ഥിതം സ്വർണം സസ്യാദ ആരൂഢ സ്വപ്നക. യാതൊരു രാശിയിലാണോ ആ കുഞ്ഞ് പൂച്ചു വെച്ചതായ സ്വർണം കൊണ്ടുപോയിട്ട് വെച്ചത്, അതാണ് ഈ വല്ലച്ചിറ കാലടി കളരിയിലെ അഷ്ടമംഗല പ്രശ്നത്തിലെ സ്വർണ്ണാരൂഢം. അത് വൃശ്ചികരാശിയിലാണ് സ്വർണം കൊണ്ടുപോയിട്ട് വെച്ചത്. ജ്ഞാത്വാ ദേവിവിധാരൂഢം. ആ ആരൂഢത്തെ നന്നായിട്ട് മനസ്സിലാക്കി സ്വർണസ്യ ഉത്ഥാനതാവിജ. സ്വർണം മലർന്നിട്ടാണോ കമിഴ്ന്നിട്ടാണോ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് സ്വർണം പരിശോധിച്ച സമയത്ത് സ്വർണം മലർന്ന് പുഷ്പാക്ഷതങ്ങളുടെ മധ്യഭാഗത്ത് തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ്, പൂർണ്ണമായിട്ട് തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് സ്വർണം. പൃച്ഛകായ ഫലം കിഞ്ചിൽ പ്രോച്യ പൂജാം സമാപ്യ. പൃച്ഛകനായിക്കൊണ്ട് ചെറിയൊരു ഫലം ദേവൻ സാക്ഷിയായിട്ട് പറഞ്ഞ് പൂജയെ അവസാനിപ്പിക്കുക എന്നാണ് ചടങ്ങ്. ഇപ്പോൾ വൃശ്ചികരാശിയിലാണ് മോള് സ്വർണം കൊണ്ടുപോയിട്ട് വെച്ചത്. വൃശ്ചികരാശിയിലെ ഇന്നത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ലഗ്നത്തിൽ ചൊവ്വയും ബുധനും, 2-ൽ ഗുളികൻ, 3-ൽ ചന്ദ്രൻ, 4-ൽ രാഹു, 5-ൽ ശനി, 6, 7, 8 ഭാവങ്ങൾ ഒഴിഞ്ഞ് 9-ൽ വ്യാഴം, 10-ൽ കേതു, 11-ൽ ശുക്രൻ, 12-ൽ ആദിത്യൻ. ഇങ്ങനെയാണ് തൽക്കാലത്തെ ഗ്രഹസ്ഥിതി. ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ദേവകാര്യങ്ങളുടെ പ്രശ്നമൊക്കെയാണെങ്കിൽ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വ്യാഴം ബലവാനായിട്ട് 9ാമത്തെ രാശിയിൽ ബലവാനായിട്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട്
പൂർണ്ണമായ ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണത്തെ പറയേണ്ടതാണല്ലോ. മാനുഷിക പ്രശ്നമാണെങ്കിലും ദേവപ്രശ്നമാണെങ്കിലും ഒക്കെ അമരാചാര്യസ്ഥിതി ഇപ്സിതേ ഭാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്സിതമായ ഭാവത്തിൽ അമരാചാര്യൻ്റെ സ്ഥിതി, വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സൂചകമായിട്ടുള്ള വിഷയമാണ്. ദൈവാനുഗ്രഹമുണ്ട്. നിമിത്തങ്ങളിലാണ്, താൽക്കാലികമായിട്ടുള്ള നിമിത്തങ്ങളിലാണ് ദോഷം ഗൗരവമായ. ദീപത്തിൻ്റെ ജ്വാലാനാശവും സ്വർണത്തിൻ്റെ തെക്ക് ഭാഗത്തേക്കുള്ള ചരിഞ്ഞ അവസ്ഥയും, തെക്ക് ഭാഗത്തേക്ക് സ്വർണം ചരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് മരണായ ഏവ എന്നാണ്, മരണത്തിനായിക്കൊണ്ട്. ഇപ്പോൾ അതെ, അത് പിന്നെ ഒരു കൃത്യമായിട്ടൊരു ഫലനിർദ്ദേശത്തിൻ്റെ സാധനമായിട്ടുള്ള സ്വർണം തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതൊരു ദോഷത്തിൻ്റെ സൂചനയാണ്. മാത്രമല്ല ദീപനാശവും ജ്വാലാനാശവും കാറ്റുള്ള സമയത്താണ്, എങ്കിലും ജ്വാലാനാശം തൽക്കാല സമയത്തുണ്ടായി എന്ന് പറയുന്നതൊക്കെ ആയുർനാശത്തിൻ്റെ വ്യക്തമായ സൂചക സാധനങ്ങളാണ് ആ നിമിത്തങ്ങളെല്ലാം. വൃശ്ചികരാശിയായിട്ട് ലഗ്നത്തിൽ ലഗ്നാധിപന്റെ സ്ഥിതി, അഷ്ടമാധിപന്റെ ലഗ്നഭാവസ്ഥിതി, 5ാം ഭാവാധിപന്റെ ബലം മുതലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് ഇവിടെ വളരെ ശക്തിമത്തായ ഒരു കളരിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കളരി സ്ഥാനമായിട്ട് ലഗ്നാധിപൻ ചൊവ്വ തന്നെയായിട്ട്, കളരിയുടെ പാരമ്പര്യ സ്ഥാനത്തെ ചിന്തിക്കേണ്ട ആ കളരി ചൊവ്വാക്ഷേത്രമായിട്ട് ചൊവ്വയുടെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ബന്ധത്തിൽ അതിശക്തമായി വരുന്ന സമയത്ത് സാന്നിധ്യം പൂർണ്ണമായിട്ടുള്ളൊരു കളരിയാണ്. ഇന്നത്തെ അവസ്ഥ അതിൽ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അത് പൂർണ്ണമായിട്ടൊരു സാന്നിധ്യപ്രദമാണ് എന്ന് ലഗ്നാധിപന്റെ സ്ഥിതിയെ കൊണ്ട് പറയാമല്ലോ. ഒരു നിലനിൽപ്പിന് നിലനിൽക്കും എന്ന് പറയേണ്ടതാണ്. ലഗ്നാധിപനും സ്വക്ഷേത്രസ്ഥിതിയിൽ ഉണ്ടാകുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി അത് പൂർണ്ണമായിട്ടും നിലനിൽക്കുന്ന ഒരു രാശിയെ സംബന്ധിച്ച് അതിന്റെ പരിപൂർണമായിട്ടുള്ള വീര്യത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രഹസ്ഥിതി വന്നല്ലോ. അതെ അതെ പോരാ സ്വാമി ഗുരുജ്ഞമീക്ഷതയുദാനാന്യശ്ച വീര്യോത്കടമാണ്. കർമാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൽ നീചസ്ഥനായിട്ട് വന്നിരിക്കുന്നത് കർമ്മത്തെ കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങൾ, കർമ്മങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ അടിസ്ഥാന ദുരിതങ്ങളുടെ കാരണമായി തീർത്തിട്ടുണ്ട്. അത് സ്ഥാനത്തെ വികലമാക്കി തീർത്തിട്ടുള്ളത് തൻ്റെ ഇവിടുത്തെ കർമ്മങ്ങൾ തന്നെയാണ്. നൈസർഗികമായിട്ടുള്ള ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ രാശി ഗുളികന്റെയും സൂര്യന്റെയും മധ്യത്തിൽ വന്നു പാപാന്തരസ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണി, നിലനിൽപ്പിന് ഭീഷണി പോലെയാണല്ലോ. നിലനിൽപ്പിനെ സംബന്ധിച്ചൊരു ഭീഷണി പോലെയാണ്. കൃത്യമായൊരു പാരമ്പര്യവും പദ്ധതിയും നിയമപരമായിട്ടുള്ള പദ്ധതിയിൽ പാരമ്പര്യത്തിൽ തന്നെ നിലനിൽക്കേണ്ട കളരിയാണ്. അത് ഉണ്ടായിരുന്നു. അത് കർമ്മത്തിലൂടെ വികലമായി എന്ന് പറയേണ്ട ലക്ഷണം ഉണ്ട്. അത് വ്യക്തമായിട്ടുണ്ട്. 9ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴം ആണെങ്കിലും തൽക്കാലം അദ്ദേഹത്തിൽ ഗുണത്തെക്കാളേറെ ദോഷം ആണല്ലോ വ്യാഴത്തിലുള്ളത്. ഗുളികഭവനാധിപത്യം എന്നുള്ള ഒരു ദോഷം വന്നുപോയി വ്യാഴത്തിൽ. എന്നാലും വ്യാഴമാണ് 9ാം ഭാവാധിപന്റെ ഗുളികഭവനാധിപനായിട്ടുണ്ടാകുന്ന ഗ്രഹത്തിന്റെ ദൃഷ്ടിയും കാര്യങ്ങളും ഒക്കെ. തറവാട് ഈ വല്ലച്ചറ കാലടിക്കളരി എന്ന് പറയുന്ന തറവാട്ടിലേക്ക് ദേവതകളുടെ പൂർണ്ണമായ ഒരു അനുഗ്രഹത്തിന്റെ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന വ്യക്തമായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സാന്നിധ്യം ഉണ്ടെങ്കിലും പറഞ്ഞ പോലെ ഇവിടെ കർമ്മത്തെ കൊണ്ട് വികലമാക്കിയിട്ടുള്ള ലക്ഷണങ്ങൾ ധാരാളമുണ്ട്. ചെയ്യേണ്ടാത്തതൊക്കെ ചെയ്തു എന്ന് പറയുന്ന ലക്ഷണമുണ്ട്. സൂര്യൻ കാണിച്ച ഫലം. അതെ, നീചകൃത്ത് എന്ന് പറഞ്ഞാൽ 9ാം ഭാവാധിപനായിട്ട് ഭാതകാധിപനായിട്ട് അനിഷ്ടസ്ഥനായ അപ്പൊ അത് നമുക്ക് സൂക്ഷ്മമായിട്ട് എന്തെല്ലാണ്, എവിടെയെല്ലാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടതുണ്ട്. പിന്നെ പ്രശദീപത്തിനല്ല ദോഷം വന്നത്, ഗണപതിയുടെ ദീപത്തിനാണ്. പൂർണ്ണമായിട്ടും നശിച്ചു പോയത്. ഗണപതി സ്ഥാനം
യഥാർത്ഥത്തിലുള്ള സ്ഥാനത്ത് ഗണപതി ദേവതയാണ്. ഇപ്പോൾ ഇത് ഏത് ദേവതയുടെ കളരിയാന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാലോ ചൊവ്വയാണ്. കളരിയുടെ ദേവത ആരാന്ന് ചോദിച്ചാൽ ചൊവ്വയാന്നുള്ളതിൽ ജ്യോതിഷപ്രകാരം യാതൊരു ആശങ്കയില്ലാതെ ജ്യോത്സ്യന്മാരുടെ സദസ്സാണ്, നിറയെ ജ്യോത്സ്യന്മാരാണ്. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ട ഒറ്റ ഉത്തരമല്ലേ ഉണ്ടാവുള്ളൂ. ഈ കളരിയുടെ ദേവത ഏത് എന്ന് ചോദിച്ചാൽ ചൊവ്വ എന്നല്ലാതെ മറ്റൊരു ദേവതയിലേക്കും പോകാനുള്ള നിർവാഹമില്ല പ്രശ്നത്തിൽ. പക്ഷേ ഗണപതിയുടെ വിളക്ക് നമുക്ക് നിമിത്തത്തിൽ ഗണപതിയുടെ വിളക്ക് എന്താ നോക്കുന്നതെന്ന് ചോദിക്കാം. പക്ഷേ പൂജിച്ചു വെച്ച വിളക്ക് എന്ന് പറഞ്ഞാൽ ഗണപതി വിളക്കേ ഉള്ളൂ. ഗണപതിക്ക് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അത് പൂർണ്ണമായിട്ടും നശിച്ചു. പറഞ്ഞ പോലെ ഒരു തിരിയല്ലേ പ്രശദീപത്തിൽ കെട്ടിട്ടുള്ളൂ എന്നുള്ള ആശ്വാസമുണ്ട്. ആ ആശ്വാസം ഗണപതി ദീപത്തിൽ ഇല്ലല്ലോ. അപ്പോ തൻ്റെ സ്ഥാനത്ത് പിന്നെ ഭഗവതി ഇരിക്കേണ്ട സ്ഥാനത്ത് ഗണപതിയെ ഇരുത്തിയതാണോ അഥവാ അതൊരു ദോഷമായിട്ട് പരിണമിച്ചതാണോ എന്നുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ട, വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. മുമ്പ് ഗണപതി ഉണ്ടായിരുന്നില്ല. അത് പറയണ്ട. നിങ്ങളൊക്കെ ജ്യോത്സ്യന്മാരാണ്, നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. സ്വർണം പ്രശ്നം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നിമിത്തത്തിൽ വന്നത് പ്രശ്നം വെക്കുന്നവരെ നിമിത്തമുള്ളൂ. പിന്നെ ഇത് എന്നെക്കൊണ്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കല്ലോ താമരശ്ശേരി വന്ന് എന്നെ ക്ഷണിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടു. പക്ഷെ എന്നെ മറികടന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ. ദൈവജ്ഞന് വില കൊടുക്കാത്ത ഒരു വിഷയം ആണ് ഇവിടെ നിമിത്തത്തിൽ ഉണ്ടായത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ല എന്ന ആദ്യമായിട്ട് എടുത്തു വെച്ച് വെറ്റിലി അടക്കിയ. ആദ്യം ഗുരുപരമ്പരയെ തൊഴുത് അവരുടെ അനുഗ്രഹത്തോടു കൂടെ വേണം മുന്നോട്ട് പോകാൻ. അല്ല, സാധന അതാണ്. അത് ഭരണത്തിന് വേണ്ടി, ആചാര്യഭരണത്തിന് വേണ്ടി ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഗുരു പാരമ്പര്യം എന്ന് പറയുന്ന നമ്മുടെ പാരമ്പര്യത്തെ മാനിച്ചുകൊണ്ട് ആ മാന്യത നിങ്ങൾക്കൊട്ടുമില്ല. കളരിയിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും 9ാം ഭാവം ബാധാസ്ഥാനായിട്ട് അവിടെ വ്യാഴത്തിൻ്റെ ഗുളികഭവനാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്കും കൂടെ ചർച്ച ചെയ്യാം. രസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചർച്ച ചെയ്യാവുന്നതല്ലേ. സമീപകാലം ഈ വരുന്ന കാലഘട്ടം പിന്നെ വളരെ ദോഷത്തിൻ്റെതാണെന്നുള്ള നിമിത്തങ്ങളാണ് കാര്യത്തിൽ സൂചകങ്ങളായിട്ടുള്ളത്. അതിന് വ്യക്തമായ പ്രായശ്ചിത്തം വേണം. 3ാം ഭാവത്തിൽ 9ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ 3ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരാളില്ലാത്തൊരവസ്ഥ. അതാണ് ഈ കളരി നശിക്കാനുണ്ടായ കാരണം. ആരെ ഏറ്റെടുക്കുന്നത്? നീ ചെയ്യുന്ന അങ്ങോട്ട് ചൂണ്ടുക എന്നല്ലാതെ സ്വയം തയ്യാറാവുന്ന ആരുമില്ല തറവാട്ടിൽ. അതാണ് ഈ തറവാടിൻ്റെ. അതേപോലെ ഗൗരവങ്ങളായ ശത്രുദോഷവും ഉണ്ടായിട്ടുണ്ട്. ബന്ധുശത്രു സ്വരൂപമായിട്ടുണ്ടാവുന്ന പിന്നെ കാര്യമാണല്ലോ നമുക്ക് തൽക്കാലത്തെ ദുർനിമിത്തായി കാണിച്ചു. ദേവതാത്മാസദീപ എന്ന് പറഞ്ഞുകൊണ്ട് അത് ശത്രുസ്വരൂപമായിട്ടാണ് ആ കാറ്റ് ദീപത്തെ കെടുത്താൻ ഇടവന്നത്. അതൊക്കെ പഴയ കാലഘട്ടത്തിലെ ചരിത്രമായിരിക്കും. പാരസ്പരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും സാഹോദര്യ ബന്ധം നഷ്ടപ്പെട്ടു പോയതും പുറമേ നിന്നുള്ള ശത്രുതകളും എല്ലാം കൂടെ തറവാടിനെ നശിപ്പിച്ചതായിരിക്കും. ചൊവ്വ ബുധന്മാര് അഷ്ടമാധിപനും ലഗ്നാധിപനും ഒക്കെ ആണെങ്കിലും യോഗം നന്നായില്ലല്ലോ. ഇപ്പോ കളരി എന്ന് പറഞ്ഞാൽ ബാഹ്യോദ്ധാക്കൾക്കുള്ളതാണ് കളരി. പക്ഷേ ആ ബാഹ്യോദ്ധത്വം അല്ലല്ലോ ചൊവ്വാ ബുധന്മാരുടെ. അപ്പോൾ ഒരുതരം കയ്യാങ്കളി, പരസ്പരം ഒരു ഐക്യത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്ഥിതി ഇപ്പോഴും പൂർണ്ണമായിട്ടും വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാദ്യം നേരെയാക്കേണ്ടതുണ്ട്. നമുക്ക് അതൊക്കെ വ്യക്തമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടത്. ഈ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ പ്രധാനമായ ഒരു സ്ഥാനമായിട്ട് ഒരു ബ്രഹ്മാലയം, ഒരു ഇല്ലം നിന്ന സ്ഥലമെന്നോ അവിടെ ദേവാലയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ട ഒരു പ്രധാന സ്ഥാനം ഈ തെക്ക് ഭാഗത്തായിട്ടുണ്ട്. അത് പ്രത്യേകം അതിൻ്റെ ഒരു ദോഷം പ്രബലമായിട്ടും അടിക്കടി കാണിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ദോഷം
വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് തെക്ക് ഭാഗം. അഗ്നിഹോത്രിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അത് ഗോത്രികളൊക്കെ ആവാം, അത് നമുക്ക് നോക്കാം. അത് എന്താണ് ബ്രഹ്മാലയം എന്ന് ബ്രഹ്മാലയം ആ ഒരു വഴിക്ക് വരുന്നത്. ആ ഒരു ഭാഗത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് തറവാട്ടിന്റെ പൂർവ്വ ചരിത്രം. തറവാട്ടിൽ പൂർവമായിട്ടുണ്ടാവുന്ന ചരിത്രം ആ ദിക്കുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ട്. മാസസൂചനയല്ലേ ഗുളികഭവനാധിപനായ. അതെ, ഗുളികഭവനാഥ് രക്ഷസാണ്. പക്ഷെ അത് ഈ കളരിയെ സംബന്ധിച്ചുള്ള ഒരു ഗുരുസ്ഥാനാണ്. അതാണ് അത്ഭുതം. ഇത് ഒരു ഗുരുസ്ഥാനം പോലെ ഉള്ള ബ്രാഹ്മണബന്ധം എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാം. ബ്രാഹ്മണബന്ധമല്ല, ബ്രാഹ്മണബന്ധം എന്ന് പറഞ്ഞാൽ നമ്മള് ബ്രാഹ്മണബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു അതിർത്തി ഉണ്ട്. അതിർത്തി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു അതിർത്തി ഉണ്ടല്ലോ. ഇത് അതിർത്തി ഇല്ലാത്ത ബ്രാഹ്മണനാണ്. അത് ഗുരുനാഥൻ മാത്രമേ ആവുള്ളൂ. അപ്പൊ പണ്ട് കാലത്ത് നമ്മുടെ കളരിയുടെ പരമ്പരകൾക്ക് ഉപദേശങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു ഗുരുതുല്യമായിട്ട് കാണേണ്ട ഒരു ബ്രഹ്മാലയം അവിടെയുണ്ട്. അതിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എന്നുള്ളത് ആദ്യം നിശ്ചയിക്കുക. പടിഞ്ഞാറ് ഭാഗവും അതേപോലെ പ്രധാനമായിട്ടും ചിന്തിച്ച് വ്യവസ്ഥ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പടിഞ്ഞാറ് ഭാഗമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട്. ഒൻപത് ദേവതകൾ പരിവാരങ്ങളായിട്ടുള്ള കളരിയാണ് എന്ന് നിശ്ചയിക്കുകയും വേണം. 9 ദേവതകൾ പരിവാരമായിട്ടുള്ള ഭഗവതി സ്ഥാനമാണ് ഈ കളരി. എന്ന് വെച്ചാൽ കളരിയുടെ പുറത്തല്ല, കളരിയുടെ അകത്ത് 9 മാല കോർത്ത പോലെ അല്ലേ 9 ഗ്രഹങ്ങളും. അതൊരു 9 ഗ്രഹങ്ങളല്ല, ദേവതകൾ. കളരിയുടെ അകത്തുള്ള ദേവതകൾ 9 ആണ്. കളരിയുടെ പുറത്തുള്ള ദേവതകൾ 5 ആണ്. ഇതാണ് ഈ കളരിയുടെ ദേവസ്ഥാനത്തിന്റെ നിരൂപണം. ആ പുറത്തുള്ള ദേവതകൾ എവിടെയാണ് എങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് തറവാടിന്റെ അകത്തും തറവാടിന്റെ പുറത്തും ഒക്കെയായിട്ട് ഈ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാരമ്പര്യത്തിൽ 5 ദേവതകളെ പുറമെ ആരാധിച്ചിട്ടുണ്ട്. അതിൽ ചില പിതൃക്കളൊക്കെ ഉണ്ടാവാം. കളരിയുടെ അകത്ത് കൃത്യമായിട്ടും 9 ദേവതകൾ പരിവാരങ്ങളാണ്. പരിവാരങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവതയടക്കം 10. പ്രധാന ദേവതയടക്കം 10 ആണ് ഇവിടുത്തെ കളരിയുടെ അകത്തെ ദേവതാസ്ഥാനം. ആ ദേവതയുടെ സ്ഥാനത്തിരുന്നാണ് നമ്മൾ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇരിക്കുന്നതൊക്കെ ദേവതാസ്ഥാനാന്ന് മാനിച്ചുകൊണ്ട് വേണം കളരിയിലേക്ക് പ്രവേശിക്കാനും അകത്തുള്ള പ്രയോജനങ്ങളും കാര്യങ്ങളും ചെയ്യാം. അത് നമുക്ക് വ്യവസ്ഥയായിട്ട് ചിന്തിച്ചു എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ചിന്തിച്ചു നോക്കി ചെയ്യാം. മനസ്സിലായില്ല? ദക്ഷിണ കൊടുക്കാം അല്ലേ? പന്ത്രണ്ടും 14 അതായിരുന്നു പ്രശ്നം വെച്ച സമയം. 12 14 നല്ല സമയം നമ്മൾ വെച്ച സമയം. കറക്റ്റാണ്. ഗണപതി നമുക്ക് മുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ഗണപതി വെച്ചത്. അത് ഗണപതി സംഖ്യ ഉണ്ടായിരുന്നു. അല്ല മനോഹരം ചോദിച്ചാൽ ചാച്ചാ, നമ്മുടെ ഇവിടെ ഗണപതി ഉണ്ടായിരുന്ന മുന്നേ
ഓർമ്മയില്ലല്ലോ. ഇതിപ്പോഴുണ്ട് ചിപ്പുണ്ട്. ദേ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടോ? പ്രതിഷ്ഠയുണ്ട്. എവിടെ? ദേ എഴുന്നേൽക്കോ? അത് ഭഗവതിയല്ലേ? അല്ല ഗണപതി. ഗണപതി ഗണപതി ആ ഗണപതി ഇല്ല നമ്മുടെ ആ ഇല്ല, ഗണപതി ഉണ്ടായില്ല. ദക്ഷിണ ചെയ്തോളൂ കേട്ടോ. ദക്ഷിണ ചെയ്തോളൂ.